ഹായ് ഹലോ, ഇന്ന് ഞാൻ കുറച്ച് സ്പെഷ്യൽ പ്ലാന്റ്സിനെ കാണിച്ചു തരാം കേട്ടോ. ഗോൾഡൻ ഗാർഡീനിയ ഒരുപാട് പേര് ഒരുപാട് നാളായിട്ട് അന്വേഷിക്കുന്ന തൈകളാണ്. പലപ്പോഴും നമുക്ക് 5ഉം 10ഉം തൈകളൊക്കെ സ്റ്റോക്ക് വരാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആവശ്യത്തിലധികം പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. പൂത്തു തുടങ്ങാറായ പ്ലാന്റ്സുകളാണ്, ചെറിയ പ്ലാന്റ്സുകളാണ്. പക്ഷേ ഇത് ചെറുതിലേ പൂക്കുന്നതാണ്. ഒറ്റ ചെടിയിൽ തന്നെ 3 കളർ പൂക്കളാണ് ഇത് വരിക. ഒരു ലെമൺ യെല്ലോ, ഓറഞ്ച്, വൈറ്റ് 3 നിറത്തിലുള്ള പൂക്കൾ വിരിയുന്ന ഗോൾഡൻ ഗാർഡീനിയ അതീവ സുഗന്ധമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് തൈകൾ നമ്മുടെ ഔട്ട്ലെറ്റിൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് വന്നിട്ട് ടോർച്ച് ജിഞ്ചർ. ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നതാണ് ടോർച്ച് ജിഞ്ചറിൻ്റെ തൈകൾ. അത് ശരിക്കും പറഞ്ഞാൽ 2 കളറാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു പിങ്കും ഉണ്ട്, റെഡും ഉണ്ട്. റെഡിൻ്റെയും പിങ്കിൻ്റെയും ആവശ്യത്തിന് തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ വെറൈറ്റീസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നോർമലി നമുക്ക് സാധാരണ റോസ് ലോഡാണ് എപ്പോഴും വരിക. ഈ ആഴ്ച നമുക്ക് റോസ് ലോഡ് വന്നിട്ടില്ല. ഈ ആഴ്ച റോസ് ലോഡ് ഉണ്ടാവില്ല. നെക്സ്റ്റ് വീക്കിലേ ഇനി റോസ് ലോഡ് ഉണ്ടാവുള്ളൂ. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ചിന്നമ്മയുണ്ടല്ലോ, ചിന്നമ്മയുടെ മാരേജാണ് മൺഡേ. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലോഡ് എടുക്കാൻ ആരും പോയിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത മാരേജ് കഴിഞ്ഞിട്ട് ബുധനാഴ്ചയോട് കൂടി അടുത്ത ലോഡ് നമ്മൾ എടുക്കാൻ പോവുള്ളൂ. അത് വെള്ളിയാഴ്ചയോട് കൂടിയൊക്കെ നമ്മൾ ഔട്ട്ലെറ്റിലേക്ക് ലോഡ് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ ആഴ്ച പൂച്ചെടികളുടെ ലോഡാണ്. പൂച്ചെടികളിൽ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന കുറേ വെറൈറ്റീസ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. മെയ്ഫ്ലവർ ഉണ്ട്. ഫ്ലവറിൻ്റെ പിങ്ക് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിങ്കിൻ്റെ അടിപൊളി തൈകൾ ഇപ്പോൾ നമുക്ക് വിൽപ്പനയ്ക്കായിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞപ്പിച്ചി, യെല്ലോ ജാസ്മിൻ്റെയും അടിപൊളി തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്ലെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മുല്ലയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. കുറേ വെറൈറ്റീസ് മുല്ലാസ് ഉണ്ട്. ആ മുല്ലാസ് എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. അറേബ്യൻ ജാസ്മിൻ മുതൽ എല്ലാ മുല്ലകളും ഇപ്പോൾ അവൈലബിൾ ആണ്. ഡയറക്റ്റ് കളക്ട് ചെയ്യാം, വെബ്സൈറ്റിലും പർച്ചേസ് ചെയ്യാം. പിന്നെയുള്ളത് നമ്മുടെ ഷവറാണ്. ഷവർ ഓർക്കിഡ് എന്ന് പറയും, അല്ലെങ്കിൽ കോഞ്ചിയ ടെംറ്റോസ്, അല്ലെങ്കിൽ പെട്രിയ പിങ്ക് എന്നറിയപ്പെടുന്ന ചെടി. ഇതിൻ്റെയും ആവശ്യത്തിന് തൈകൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് ഇത് വെബ്സൈറ്റ് വഴിയും പർച്ചേസ് ചെയ്യാവുന്നതാണ്, ഡയറക്റ്റ് വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ബട്ടർഫ്ലൈസിനെ പോലെ ഇരിക്കുന്ന പൂക്കളാണ്. നിറച്ചിങ്ങനെ കൊലകുത്തി പൂക്കുന്നതാണ്. നല്ല രസമായിട്ട് പൂത്ത് നിൽക്കുന്ന അടിപൊളി പൂക്കളാണ് കേട്ടോ ഈ കോഞ്ചിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വയലറ്റ് പെട്രിയ ഉണ്ടല്ലോ, വയലറ്റ് പെട്രിയ പൂക്കുന്നത് പോലെ തന്നെയാണ് പൂക്കുന്നത്. പക്ഷേ ഇത് ആക്ച്വലി ഇത് പെട്രിയ അല്ല, പക്ഷേ നമ്മൾ വയലറ്റ് പെട്രിയ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വയലറ്റ് പെട്രിയയുടെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് പിങ്ക് പെട്രിയ എന്ന് പറയുന്നുണ്ട്. ആ പിങ്ക് പെട്രിയയുടെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം കാണിച്ചിട്ടുണ്ട്. നമുക്ക് ലാങ്കി എനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ലാങ്കിയുടെ അടിപൊളി തൈകളുണ്ട്. ലാങ്കിയൊന്നും ഒരുപാട് തൈകൾ വന്നിട്ടില്ല, വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലാങ്കി ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു, പേഴ്സണലായിട്ടൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചോദിച്ചിരുന്നവർ പെട്ടെന്ന് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യണം കേട്ടോ. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പെട്ടെന്ന് തീർന്നു പോകാൻ ചാൻസ് ഉള്ള ഒരു ചെടിയാണ് ഈ ലാങ്കി എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റോക്കും വളരെ കുറവായതുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത്. നമ്മുടെ ഗോൾഡൻ ഗാർഡേനിയും ഈ ഷവർ ഓർക്കിഡും ഒക്കെ നമുക്ക് ആവശ്യത്തിന് തൈകളുണ്ട്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്താ പറയുക, ഷവർ ഓർക്കിഡ് കുറേ പേരൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പേര് മേടിച്ചു. 2-3 പേര് നമുക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. അവർക്ക് നിറച്ച് പൂത്തു എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ കൊണ്ട് തന്നെ പൂക്കുന്ന ഒരു ചെടിയാണ് ഷവർ ഓർക്കിഡ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് നമ്മുടെ എന്താ പറയുക, പൗഡർ പഫിൻ്റെ അധികം തൈകളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അത്യാവശ്യം തൈകൾ നമ്മൾ ഔട്ട്ലെറ്റ് സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട്. അത് വളരെ കുറവ് തൈകളാണ്. അത് നെക്സ്റ്റ് ടൈമിലേക്ക് എന്താ പറയുക, ഈ ഒരു പൗഡർ പഫ് റെഡിൻ്റെ കുറച്ചധികം തൈകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അറ്റ് പ്രസൻറ്റ് നമുക്ക് വളരെ കുറച്ച് തൈകളേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം നമ്മൾ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് പിങ്ക് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിങ്ക് നമ്മൾ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിങ്ക് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റെഡിനാണ് കുറച്ച് അവൈലബിലിറ്റി കുറവായിട്ടുള്ളത്. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വെറൈറ്റി റോസസ് ഓർഡർ ചെയ്തിരുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും ആ പ്ലാന്റ് അയക്കുക. എനിക്ക് തോന്നുന്നു പേൾ റോസൊക്കെ നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച ആ സ്റ്റോക്ക് വരുള്ളൂ. പിന്നെ ഇത് ടൂട്ടി ഫ്രൂട്ടിക്കാന എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. ഇതിൻ്റെയും തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അത് ഞാൻ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടിക്കാന എന്നാണ് ഈ ഒരു ചെടിയുടെ പേര്. പല കളറിൽ നല്ല രസമായിട്ട് വിരിയുന്ന ഒരു കുറ്റി ചെടിയാണ്. നിറച്ച് പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. നല്ല രസമുള്ള പൂക്കളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ മഞ്ഞയും ഉണ്ട്, ഓറഞ്ചും മഞ്ഞയും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഓറഞ്ച് ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്നതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള തൈകൾ. പിന്നെയുള്ളത് നമ്മുടെ ഗോൾഡൻ
കാസ്കേഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗോൾഡൻ കാസ്കേഡിൻ്റെ ചെറിയ തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ് വാങ്ങിക്കാനായിട്ട്. പിന്നെ നമ്മുടെ ചൈനീസ് മാൻഹാറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, പല കളറുണ്ട്. എല്ലാ കളറും ഇപ്പോൾ അവൈലബിൾ ആണ്. മഞ്ഞ റെയറാണ്. അപ്പോൾ മഞ്ഞയുടെ തൈകൾ നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാം. വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, വെബ്സൈറ്റ് ത്രൂവും പർച്ചേസ് ചെയ്യാം. പിന്നെയുള്ളത് ഈ ഒരു ചെടിയാണ്. ഇത് ലേഡീസ് ഷൂസ് പ്ലാന്റ് അല്ലെങ്കിൽ തമ്പോജിയ മൈസൂറൻസ എന്ന് പറയും. ശരിക്കും ഈ ഒരു പ്ലാന്റ് കേരളത്തിലുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷേ ട്രിവാൻഡ്രം, കൊല്ലം, കോട്ടയം കുഴപ്പമില്ല. ട്രിവാൻഡ്രം, കൊല്ലം ഭാഗങ്ങളിലുള്ളവർ പർച്ചേസ് ചെയ്യാതിരിക്കുക. കാര്യം അവിടങ്ങളിൽ ഇത് പൂക്കില്ല. കോട്ടയം കഴിഞ്ഞ് അങ്ങോട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് പൂക്കുന്നുണ്ട്. അപ്പോൾ പിന്നെയുള്ളത് ജെയ്ഡ് വൈൻ. ട്രിവാൻഡ്രത്ത് നന്നായിട്ട് പൂക്കും. ഇത് എൻ്റെ വീട്ടിൽ പൂത്ത് നിൽക്കുന്നതാണ്. ജെയ്ഡ് വൈൻ്റെ അടിപൊളി തൈകളുണ്ട്. പിന്നെ ഇതിൻ്റെ ടെക്കോമയുടെ മിക്സഡ് കളറുണ്ട്, അതുപോലെ തന്നെ റെഡ് ഉണ്ട്. അതൊക്കെ അവൈലബിൾ ആണ്. പിന്നെയുള്ളത് നമ്മുടെ കോറൽ വൈൻ ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. കോറൽ വൈൻ തേനീച്ചകളെ ആകർഷിക്കുന്ന ഒരു ചെടിയാണ്. കർഷകർ തേനീച്ചകളെ വളർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. അതിലുപരി പരിസ്ഥിതി മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം തടയുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ വൈറ്റും പിങ്കും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പിന്നെയുള്ളത് നമ്മുടെ തൂക്കണാംകുരുവി പ്ലാന്റിൻ്റെ അടിപൊളി തൈകൾ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. തൂക്കണാംകുരുവി പ്ലാന്റ് എന്ന് വെച്ചാൽ ഒരു വള്ളിച്ചെടിയാണ്. നല്ല രസമായിട്ട് നിന്ന് പൂക്കൾ തരുന്ന ഒരു വള്ളിച്ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ അടിപൊളി പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പിന്നെയുള്ളത് നമ്മുടെ ബംഗാൾ ക്ലോക്ക് വൈൻ അല്ലെങ്കിൽ തമ്പോജിയ അടിപൊളി പ്ലാന്റ്സ് ഇപ്പോൾ ഉണ്ട്. പിന്നെ നമ്മുടെ ടെക്കോമാന്ത ഹില്ലി, ഫാസർ ഐലൻഡ് ക്രേപ്പർ, ഇതിൻ്റെയും അടിപൊളി തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് വിൽപ്പനയ്ക്കായിട്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് ഇതുപോലെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം. ശരിക്കും ഫാസർ ഐലൻഡ് ക്രീപ്പർ എന്ന് വെച്ചാൽ ഒരു റെയർ പ്ലാന്റ് ആണ്. കേരളത്തിൽ അധികം ഒന്നും ആയിട്ടില്ല, പക്ഷേ പൂത്ത് തുടങ്ങിയാൽ നിറച്ച് പൂക്കൾ തരുന്നതാണ്. പിന്നെ നമ്മുടെ മണിമുല്ലയുടെ ഇപ്പോൾ അടിപൊളി പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമുക്ക് വലിയ പ്ലാന്റുകൾ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു, അതുപോലെ ചെറിയ പ്ലാന്റുകളും വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ വലിയ പ്ലാന്റുകളാണ്. അത്യാവശ്യം പൂക്കളൊക്കെ ആയി തുടങ്ങുന്ന ടൈപ്പുള്ള പ്ലാന്റ്സുകൾ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ഔട്ട്ലെറ്റിൽ വിരിഞ്ഞിരിക്കുന്ന മണിമുല്ല പൂക്കളാണ്. നല്ല രസമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത് പൂക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് രാവിലെ വെളുപ്പിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് മണമാണെന്നറിയോ. അപ്പോൾ ഇതിൻ്റെ മണം ഒരു പ്രത്യേക മണമാണ്. നാഗമുല്ല എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. കോല കുത്തി പൂത്ത് മറഞ്ഞു കിടക്കുന്ന ഈ മുല്ലപ്പൂ കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തവും ഒരു പ്രത്യേക സുഗന്ധവും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഇല്ലാത്തവർ തീർച്ചയായിട്ടും മേടിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ പിന്നെയുള്ളത് നമ്മുടെ കോസ്റ്റസ് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്തുന്ന കോസ്റ്റസ് ആണ്. ഇതും നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കോസ്റ്റസിൻ്റെയും തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ കോമൺ ആയിട്ടില്ലാത്ത കുറച്ച് തൈകളാണ് കേട്ടോ കാണിക്കുന്നത്. ഏതാണ്ട് റോസ് വെറൈറ്റീസ് അല്ലാതെ ബാക്കി എല്ലാ വെറൈറ്റീസും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒത്തിരി പേർക്ക് പരാതികളുണ്ട്, നമ്മൾ റോസ് വെറൈറ്റീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ, മറ്റുള്ള വെറൈറ്റീസ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ പരാതിയൊക്കെ അങ്ങ് തീരട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. എല്ലാം ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല, എങ്കിലും മാക്സിമം ഞാൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഗോൾഡ് സ്ലെൻഡർ ഷവ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ വൈൻ, അടിപൊളിയായിട്ട് എന്നും പൂക്കൾ തരുന്ന ഒരു വള്ളിച്ചെടിയാണിത്. അപ്പോൾ ആ വള്ളിച്ചെടിയുടെയും അടിപൊളി തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ബ്ലീഡിംഗ് ഹാർട്ട് റെഡും ബ്ലീഡിംഗ് ഹാർട്ട് വൈറ്റും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പിന്നെയുള്ളത് അലമാണ്ടയുടെയും പല കളേഴ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയാൽ കാണാൻ പറ്റും. വെബ്സൈറ്റ് നമ്മുടെ www.reamsbasket.com എന്നാണ് വെബ്സൈറ്റ് നെയിം. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് പ്ലാന്റുകളും നിങ്ങൾക്ക് കാണാൻ, പർച്ചേസ് ചെയ്യാം. ഓരോ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ കാറ്റഗറി ഉണ്ട്, ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കാറ്റഗറി ഉണ്ട്, ഫ്ലവറിങ് ട്രീയുടെ കാറ്റഗറി ഉണ്ട്. ഇത് മന്ദാരം പിങ്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും പൂക്കാറായ തൈകൾ തന്നെ നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഓരോ കാറ്റഗറി നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ ആ കാറ്റഗറിയിൽ എത്രയൊക്കെ പ്ലാന്റ് ഉണ്ട്, എന്താണ് വില എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമാറോ ഇതൊക്കെ നമുക്ക് സ്റ്റോക്കുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. പിന്നെ എനിക്ക് പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാമിനി മുല്ല, മരമുല്ല, അതുപോലെ തന്നെ ചൈനീസ് പെർഫ്യൂം, ഇതിൻ്റെയൊക്കെ തൈകൾ അവൈലബിൾ ആണ്. പിന്നെ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ തൈകൾ അവൈലബിൾ ആണ്. എന്തായിരുന്നാലും എല്ലാം എനിക്ക് ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക എന്ന് വെച്ചാൽ അത്ര പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. വീഡിയോ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഉൾക്കൊള്ളിക്കാൻ നോക്കുന്നില്ല. അപ്പോൾ മാക്സിമം കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നോക്കി തന്നെ മനസ്സിലാക്കുക. ഇത് വന്നിട്ട് ബ്ലീഡിംഗ് ഹാർട്ട് വൈറ്റ് ആണ്.
വൈറ്റ് ഞാൻ റെഡ് നേരത്തെ കാണിച്ചിരുന്നു. വൈറ്റിൻ്റെയും തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. പൂക്കാറായ തൈകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആരും ഈ അവസരം മിസ്സാക്കണ്ട കേട്ടോ. പിന്നെ ഇത് ലെമൺ വൈനാണ്. ലെമൺ വൈൻ്റെ തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ചെറിയ തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലെമൺ വൈനും നല്ല രസമായിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചെടികൾ ആവശ്യമുള്ളവർ നമ്മുടെ വെബ്സൈറ്റിൽ കയറുക, വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുക. അത്യാവശ്യം വെബ്സൈറ്റ് ഒന്നും നോക്കാൻ അറിയില്ല അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നവർക്ക് മാത്രം ഗൂഗിൾ ഫോം യൂസ് ചെയ്യാം. ഗൂഗിൾ ഫോം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതല്ല. അത്യാവശ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഗൂഗിൾ ഫോം വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഗൂഗിൾ ഫോമിൽ കുറേ പരിമിതികളുണ്ട്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ട്രാക്കിങ്ങും ഡീറ്റെയിൽസും മറ്റും അപ്ഡേറ്റ് ചെയ്ത് കിട്ടില്ല. വെബ്സൈറ്റ് ആകുമ്പോൾ ട്രാക്കിംഗ് ഡീറ്റെയിൽസും മറ്റും കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് കഴിവതും വെബ്സൈറ്റ് ത്രൂ തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഒട്ടും പറ്റിയില്ല, വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളവർക്ക് മാത്രം എന്താ പറയുക, നമ്മുടെ ഗൂഗിൾ ഫോം ഫെസിലിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച ഈ ആഴ്ച നമുക്ക് റോസിൻ്റെ ലോഡ് ഇല്ല കേട്ടോ. അടുത്ത ബുധനാഴ്ചയോട് കൂടിയേ ബുധൻ വ്യാഴത്തോടു കൂടിയേ റോസിൻ്റെ ലോഡ് വരുള്ളൂ. അപ്പോൾ ഒരു 2-3 വെറൈറ്റി പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആണ് റോസിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഫറിൽ ബുക്ക് ചെയ്തിരുന്ന കുറച്ച് പേർക്ക്, ഒരു 10-30ഓളം പേർക്ക് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അടുത്ത ലോഡ് വന്നതിന് ശേഷം മാത്രമേ അയക്കുള്ളൂ. എല്ലാവരും സഹകരിക്കുക. ഇത് ആർക്കൊക്കെ ആണെന്നുള്ളത് ഞാൻ പബ്ലിക്കായിട്ട് തന്നെ ഇൻഫോം ചെയ്യുവാണ്. അങ്ങനെയുള്ളവർ ഒന്ന് ക്ഷമിക്കുക, അടുത്ത ലോഡ് വരെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എന്തായാലും അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും വീഡിയോസ് വാച്ച് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ ഏതാണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇനി നമ്മൾ പുതുതായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പ്ലാന്റ് നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയട്ടെ. മാക്സിമം വാട്സപ്പ് മെസ്സേജുകൾ ഒഴിവാക്കുക. വാട്സപ്പ് സർവീസുകളില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ കൃത്യമായ വാട്സപ്പ് സർവീസ് നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് വാട്സപ്പ് മെസ്സേജുകൾ ഒഴിവാക്കി കൃത്യമായിട്ട് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലോ ഇൻബോക്സിലോ ചോദിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.